നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ നിന്ന് വരുന്നൊരു വാർത്തയിലേക്കാണ്. അമ്മയെ സ്വന്തം മകൾ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. നായ മൂത്രമൊഴിച്ചത് വീടിന്റെ തറയിൽ നിന്ന് കഴുകി കളയുക എന്നാവശ്യപ്പെട്ട അമ്മയാണ് 17-കാരിയായ മകൾ കത്തികൊണ്ട് കഴുത്തിൽ കുത്തിയത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. സ്ത്രീയുടെ ബോധം തെളിഞ്ഞതിനു ശേഷം മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തും. വാടയ്ക്കൽ ഷൺമുഖസ്വാമി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മഹിളാ കോൺഗ്രസ് ഭാരവാഹിയാണ് മകളുടെ ആക്രമണത്തിന് ഇരയായത്. വീടിന്റെ തറയിലുള്ള നായയുടെ മൂത്രം കഴുകിക്കളയാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു തർക്കം. വാടയ്ക്കൽ ഷൺമുഖസ്വാമി ക്ഷേത്രത്തിന് സമീപമായിരുന്നു സംഭവമുണ്ടായത്. എന്തായാലും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇവർ ഇപ്പോൾ ചികിത്സയിലായിരിക്കുന്നത്. കഴുത്തിന് ഗുരുതരമായി ഇവർക്ക് പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നായയുടെ മൂത്രം കഴുകിക്കളയുക എന്ന വിഷയം മാത്രമല്ല, ഫോൺ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയും തർക്കമുണ്ടായി എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തർക്കമുണ്ടായി. ഇതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ കുറച്ചു കാലമായി ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ടും അമ്മയും മകളുമായി തർക്കമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മകളുടെ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മ മകളുടെ ഫോണിന്റെ ചാർജർ ഒളിച്ചു വെച്ചതിനെ തുടർന്ന് സമാനമായ തർക്കമുണ്ടായി. പെട്ടെന്നുണ്ടായ പ്രകോപനം വീട്ടിലുണ്ടായിരുന്ന കത്തി കൊണ്ട് മകൾ അമ്മയുടെ കഴുത്തിൽ കുത്താൻ ആ ഒരു ഇത് നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അമ്മയും മകളും തമ്മിലുള്ള വിഷയം എന്തു തന്നെയായാലും അമ്മയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ആ ഒരു വഴക്ക് നയിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ആലപ്പുഴയിൽ 18 വയസ്സുകാരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. സംഭവത്തിൽ ആലപ്പുഴ സ്വദേശിയായ ജോസ് പോലീസ് പിടിയിലായി. ആലപ്പുഴ ബീച്ചിന് സമീപമുള്ള സീവ്യൂ വാർഡിലാണ് ആ സംഭവം ഉണ്ടായത്. പ്രതിയായ ജോസും റൂത്ത് എന്ന യുവതിയുടെ വീട്ടുകാരുമായി മുൻവൈരാഗ്യമുണ്ടായിരുന്നു, തർക്കമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ജോസ് യുവതിയുടെ വീട്ടിലെത്തി അസഭ്യം വിളിച്ചു. യുവതി എതിർത്തതിനെ തുടർന്ന് തിരിച്ചുപോയ ഇയാൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ പെട്രോളുമായി തിരിച്ചെത്തുകയായിരുന്നു. ജോസ് യുവതിയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച ശേഷം സിഗരറ്റ് ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചു. പക്ഷേ യുവതി ഓടി മാറിയതിനാൽ തീ പിടിക്കാതെ രക്ഷപ്പെട്ടു. യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസ് ജോസിനെ കസ്റ്റഡിയിലെടുത്തു. മാത്രമല്ല, ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആലപ്പുഴയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് കൂടി. റോഡിൽ വെച്ച് വീട്ടമ്മയായ യുവതിയെ കയറിപ്പിടിച്ച് ലൈംഗികമായി ഉപദ്രവിച്ച മധ്യവയസ്കൻ പിടിയിൽ. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ വെച്ചാണ് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയ വീട്ടമ്മയെ വെട്ടുകത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പ്രതി ലൈംഗികമായി ഉപദ്രവിച്ചത്. സംഭവത്തിൽ പ്രതിയായ പാനൂർ സ്വദേശി മുഹമ്മദ് സഹീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 47 വയസ്സുകാരനാണ്. ഒട്ടനവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.